തൃശൂർ പൂരത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ ഉദ്യോഗസ്ഥ താൽപര്യത്തിന് വേണ്ടി മാറ്റാൻ അനുവദിക്കില്ലെന്ന് തിരുവമ്പാടി ദേവസ്വം സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ഉടൻ ഉണ്ടായേക്കും. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവം കമ്മീഷണറെ മാറ്റിയതുകൊണ്ട് മാത്രം പ്രശ്നം തീരില്ലെന്ന UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ പൂരവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ മുതലെടുപ്പിന് UDFും BJPയും ശ്രമിക്കുകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പൂരം അലങ്കോലമായതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. മങ്ങാട്ടുകരയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സ്ഥാപിച്ച VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ച നിലയിൽ ഇരിങ്ങാലക്കുടയിൽ NDA സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന്റെ ഭാഗമായി ഇന്നസെന്റിന്റെ ഫ്ലക്സ് ബോർഡ് വെച്ചതിനെതിരെ പരാതി. സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് മണിക്കൂറുകൾ മാത്രം. ദേശീയ നേതാക്കളെ രംഗത്തിറക്കി പ്രചാരണ രംഗം കൊഴുപ്പിച്ച മുന്നണികൾ. വോട്ടെടുപ്പ് വെള്ളിയാഴ്ച. കല്ലറ്റുംകര റെയിൽവേ സ്റ്റേഷന് സമീപം റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനങ്ങൾ കത്തി നശിച്ചു. 13 വാഹനങ്ങളാണ് അഗ്നിക്കിരയായത്. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ പൂരത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ ഉദ്യോഗസ്ഥ താൽപര്യത്തിന് വേണ്ടി മാറ്റാൻ അനുവദിക്കില്ലെന്ന് തിരുവമ്പാടി ദേവസ്വം. കമ്മീഷണർക്കെതിരായ നടപടി സ്വാഗതം ചെയ്ത ദേവസ്വം പൂരം വരും വർഷങ്ങളിൽ നല്ല രീതിയിൽ നടത്തിപ്പോകണമെങ്കിൽ സർക്കാർ തലത്തിൽ ആവശ്യമായ നിയമനിർമ്മാണം കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ. പൂരത്തിന് മുന്നേ ചേർന്ന ഉദ്യോഗസ്ഥ യോഗങ്ങളിൽ നടത്തിപ്പ് സംബന്ധിച്ച് കൃത്യമായ കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളതാണ്. എന്നാൽ യോഗങ്ങളിൽ അംഗീകരിച്ചതൊന്നും പോലീസ് നടപ്പിലാക്കിയതും മറ്റൊന്നുമാണ്. പുലർച്ചെ 2 മണി വരെ സമയമുണ്ടായിട്ടും മണിക്കൂറുകൾ മുൻപേ പോലീസ് റൗണ്ടിലേക്കുള്ള റോഡുകൾ എല്ലാം ബാരിക്കേഡ് നിരത്തി അടച്ചുകെട്ടി ജനങ്ങളെ അകറ്റി നിർത്തി. വെടിക്കെട്ടിന്റെ പേരിൽ ചരിത്രത്തിലാദ്യമായിട്ട് പ്രദർശനം നിർത്തിവെപ്പിച്ചു. ഇതുമൂലം മുൻകാലത്തെ അപേക്ഷിച്ച് അന്നേ ദിവസത്തെ വരുമാനം പകുതിയായി കുറഞ്ഞു. വടക്കുന്നാഥന്റെ മുന്നിലെ ദീപസ്തംഭം കത്തിക്കാനെത്തിയ ആളെ ഒരു ACPയും ആനയ്ക്ക് പട്ടയും കുടമാറ്റത്തിനുള്ള സ്പെഷ്യൽ കൊടികളുമായി എത്തിയവരെ കമ്മീഷണർ നേരിട്ടും തടഞ്ഞു. പ്രസിഡന്റ്, സെക്രട്ടറി അടക്കമുള്ള ദേവസ്വം ഭാരവാഹികളോട് അപമര്യാദയായി പെരുമാറി. ഇതൊന്നും കേട്ടുകേൾവിയില്ലാത്തതാണ്. ഇത്തരം പോലീസ് ഗുണ്ടാരാജ് അംഗീകരിക്കാനാകില്ലെന്ന് തിരുവമ്പാടി ദേവസ്വം വ്യക്തമാക്കി. ആനയെഴുന്നള്ളിപ്പിനും വെടിക്കെട്ടിനും ഒരു നിയമം പാസ്സാക്കിയാല് ഇനിയുള്ള കാലങ്ങളിൽ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് മുൻകാലങ്ങളിൽ എങ്ങനെയാണോ പൂരം നടന്നിരുന്നത് അതുപോലെ തന്നെ പൂരം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ ഉള്ള അനുമതി അത് ഞങ്ങൾക്ക് ഉണ്ടാവണം. ഓരോ വർഷവും ഓരോ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് അവരാണ് ഇപ്പോൾ നടത്തുന്നത് എന്ന രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവരുടെ ഓരോ നിയമങ്ങൾക്കനുസരിച്ച് മാറ്റപ്പെടാൻ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ പൂരത്തിൻ്റെ പല ചിട്ടപ്പെടുത്തിയ ക്രമങ്ങളും മാറ്റപ്പെടുത്തുവാൻ ഞങ്ങൾ നിർബന്ധരാകുകയാണ്. അതിന് ഇനി ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങളാണ് പൂരം നടത്തുന്നത്. അപ്പം ഞങ്ങൾക്ക് എങ്ങനെ പൂരം നടത്തണം എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. അപ്പം അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരിക എന്നല്ലാതെ അനാവശ്യ കാര്യങ്ങളിൽ ഇവരാരും ഇടപെടേണ്ട ആവശ്യമില്ല. വിഷയങ്ങളിൽ ഇടപെട്ട മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രി രാജനും പെരുമാറ്റച്ചട്ടത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ ആവശ്യമായ ഇടപെടൽ നടത്തിയതിൽ നന്ദി അറിയിച്ച തിരുവമ്പാടി ദേവസ്വം കമ്മീഷണർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്നും പൂരം തകർക്കാനുള്ള ഗൂഢാലോചനയിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടു. എല്ലാ വർഷവും തൃശ്ശൂർ പൂരം അടുക്കുമ്പോൾ മാത്രം ഓരോ സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ്. അല്ലെങ്കിൽ നടക്കൂ. ഇത് നിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുണ്ട്, പലരും ഉണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള വീഴ്ച തന്നെയാണ്. ദേവസ്വങ്ങള് തൃശ്ശൂരിലെ പൂരപ്രേമികളായിട്ടുള്ള അല്ലെങ്കിൽ ഈ പൂരത്തിന് വന്നിട്ടുള്ള എല്ലാവരും മുഖ്യമന്ത്രിയുടെ ഈ നടപടിയിലെ സന്തോഷം കൊള്ളും. മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ഈ തീരുമാനത്തിലേക്ക്. എന്നാൽ ദേവസ്വവുമായും പൂരത്തിൽ മികച്ച സമീപനവും ഇടപെടലും നടത്തിയ അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശനെതിരായ നടപടി വിഷമകരമാണ്. ഇക്കാര്യം മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുമെന്നും ദേവസ്വം അറിയിച്ചു. അതേസമയം വിഷയത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് സുരേഷ് ഗോപിയെ തങ്ങൾ വിളിച്ചെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ദേവസ്വം തള്ളി. തങ്ങൾ ആരെയും വിളിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ PA ആണ് ദേവസ്വം സെക്രട്ടറിയെ വിളിച്ചു നൽകിയത്. പ്രശ്നത്തിൽ ഇടപെട്ട സ്ഥാനാർത്ഥികൾ എല്ലാം നേരിട്ടെത്തിയിരുന്നതായും പൂരം രാഷ്ട്രീയവൽക്കരിക്കേണ്ടതില്ലെന്നും ദേവസ്വം വ്യക്തമാക്കി. സുരേഷ് ഗോപി അവരെ ഞാൻ നേരിട്ട് വിളിച്ചു എന്നാണ് ഒരു മാധ്യമത്തിൽ അദ്ദേഹം പറഞ്ഞതായിട്ട് കേട്ടു. അതൊരു തെറ്റാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ PA എന്നെ വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ സുരേഷ് ഗോപി സാർക്കൊന്ന് ഫോൺ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിൽ വേറൊരു തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ലായിരുന്നു. തിരുവമ്പാടി ദേവസ്വം ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ TA സുന്ദർ മേനോൻ, സെക്രട്ടറി K ഗിരീഷ് കുമാർ, വൈസ് പ്രസിഡന്റ് P ശശിധരൻ എന്നിവർ പങ്കെടുത്തു. TCV തൃശൂർ.
തൃശൂർ പൂരം ക്രമസമാധാന പാലനത്തിൽ വീഴ്ച വരുത്തിയ കമ്മീഷണർ അങ്കിത് അശോകനെ മാറ്റിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ഉടൻ ഉണ്ടായേക്കും. അങ്കിതിന് പകരം നിയമനം നൽകാനുള്ളവരുടെ പട്ടിക സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിരുന്നു. ഇതിൽ ഒരാളെ കമ്മീഷൻ നിശ്ചയിച്ചാൽ ഉത്തരവ് ഉടൻ ഉണ്ടാകും. ACP സുദർശനെയും സ്ഥലം മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയാണ് ഇരുവരെയും മാറ്റാൻ നിർദ്ദേശം നൽകിയത്. തൃശൂർ പൂരത്തിന്റെ കുടമാറ്റത്തിന് ശേഷമുള്ള ചടങ്ങുകളെല്ലാം പോലീസിന്റെ കർശന നിയന്ത്രണങ്ങളുടെ ഭാഗമായി അലങ്കോലപ്പെട്ടിരുന്നു. ഇതുൾപ്പെടെ പരിശോധിക്കാൻ DGPക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിയമം നടപ്പാക്കാൻ വന്ന നിയമപാലകർ തന്നെ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ചെരിപ്പിട്ട് കയറി നിയമലംഘനം നടത്തിയെന്നും പോലീസിന്റെ അനാവശ്യ ഇടപെടലാണ് പൂരം നടത്തിപ്പിലെ പ്രതിസന്ധിക്ക് ഇടയാക്കിയതെന്നും ശബരിമല അയ്യപ്പ സേവാ സമാജം സ്ഥാപക നേതാവ് VK വിശ്വനാഥൻ പറഞ്ഞു. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് നടന്ന ക്ഷേത്രവിരുദ്ധ പോലീസ് ഭരണകൂട നടപടിക്കെതിരെ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോർപ്പറേഷന് മുന്നിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മയിൽ K സതീഷ് ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ KP ഹരിദാസ്, P സുധാകരൻ എന്നിവർ സംസാരിച്ചു. ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞൊന്ന് ആലോചിച്ചു. കിട്ടാതെ വടം ഇപ്പൊ പോലീസിന്റെ ഒരു പുതിയ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാൻ അനുവദിക്കില്ല. കണിമംഗലം ശാസ്താവിന്റെ പൂരം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പോലീസിന്റെ അശാസ്ത്രീയ ഗതാഗത നിയന്ത്രണം മൂലം പൂരം എഴുന്നള്ളിപ്പിന് തടസ്സം നേരിടുകയും പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റിനെയും ഭാരവാഹികളെയും പൂരം നടത്തിപ്പിനിടയിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. കണിമംഗലം ശാസ്താവിന്റെ പൂരം അലങ്കോലപ്പെടുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാത്ത പക്ഷം അടുത്ത വർഷത്തെ പൂരം ചടങ്ങ് മാത്രമായി നടത്താൻ ദേവസ്വം കമ്മിറ്റി യോഗം തീരുമാനിച്ചു. യോഗത്തിൽ ദേവസ്വം ട്രസ്റ്റി സുധാകരൻ കർത്ത, പ്രസിഡന്റ് സോമൻ കുണ്ടുവളപ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണറെ മാറ്റിയതുകൊണ്ട് മാത്രം പ്രശ്നം തീരില്ലെന്ന് UDF സ്ഥാനാർത്ഥി K മുരളീധരൻ തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൂരം മുടക്കാൻ ശ്രമിച്ച ശക്തികൾ ആരെന്ന് ജനത്തിന് അറിയണം. അതിനായി അന്ന് രാത്രി നടന്ന മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. BJPക്ക് വേണ്ടിയാണ് പൂരം കലക്കിയത്. CPMന്റെ അജണ്ട നടപ്പിലാക്കാൻ കമ്മീഷണറെ ഉപയോഗിച്ചതാണെന്നും മുരളീധരൻ പറഞ്ഞു. പ്രശ്നം നടക്കുമ്പോൾ മന്ത്രിയും മറ്റുള്ളവരും സ്ഥലത്തുണ്ടായിരുന്നില്ല. പൂര ദിവസം കാണാതിരുന്ന NDA സ്ഥാനാർത്ഥി പുലർച്ചെ സേവാഭാരതിയുടെ ആംബുലൻസിൽ തിരുവമ്പാടി ദേവസ്വം ഓഫീസിൽ വന്നപ്പോൾ തന്നെ എന്തോ കളികൾ നടന്നതായി മനസ്സിലായെന്നും മുരളീധരൻ പറഞ്ഞു. കമ്മീഷണർ മാറ്റിയോണ്ട് പ്രശ്നം തീരില്ല. അന്ന് രാത്രി നടന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും ജുഡീഷ്യൽ എൻക്വയറി നടത്തണം. പൂരം മുടക്കാൻ ശ്രമിച്ച ശക്തികൾ ആരാണെന്ന് ജനത്തിന് അറിയണം. ഇത് ഒരു തിരക്കഥ പോലെയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. പൂര ദിവസം അവിടെ കാണാത്ത BJP സ്ഥാനാർത്ഥി പെട്ടെന്ന് അർദ്ധരാത്രി സേവാഭാരതിയുടെ ആംബുലൻസിൽ വന്നപ്പോൾ തന്നെ എന്തൊക്കെയോ ചില കളികൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഒന്നിനോടും ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. ജുഡീഷ്യൽ എൻക്വയറി നടത്തി പൂരം മുടക്കാൻ ശ്രമിച്ച ശക്തികളെ ജനത്തിൻ്റെ കൺമുമ്പിൽ കൊണ്ടുവരണം. പൂരവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് UDFും BJPയും ശ്രമിക്കുകയാണെന്ന് റവന്യൂ മന്ത്രി K രാജൻ. തൃശൂരിന്റെ സ്വന്തം ഉത്സവമായ പൂരത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുന്നത് ശരിയല്ല. പ്രശ്നം നടക്കുമ്പോൾ മന്ത്രിയും മറ്റുള്ളവരും സ്ഥലത്തുണ്ടായിരുന്നില്ല എന്ന K മുരളീധരന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. പൂരത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രദർശനത്തിന്റെ തുടക്കം മുതൽ ജനപ്രതിനിധി എന്ന നിലയിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. K മുരളീധരന്റെ പ്രസ്താവന തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതുമാണ്. തനിക്കാരുടെയും പ്രത്യേക ശുപാർശ ആവശ്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. പോലീസിന്റെ ഭാഗത്തുനിന്ന് അതിരുവിട്ട നിയന്ത്രണം ഉണ്ടായി. പ്രശ്നക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയും സ്വീകരിച്ചു കഴിഞ്ഞു. വെടിക്കെട്ടുമായി ഉണ്ടായ വിഷയങ്ങളിൽ സമഗ്രമായ അന്വേഷണം നടത്താൻ സർക്കാർ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായിട്ടാണ് കമ്മീഷണറെയും അസിസ്റ്റന്റ് കമ്മീഷണറെയും സ്ഥലം മാറ്റാൻ സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ശുപാർശ ചെയ്തിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. പ്രത്യേക ശുപാർശയുടെ ആവശ്യവും ഞങ്ങൾക്കാർക്കുമില്ല. ഇതിനെത്ര തവണകളാണ് പൂരത്തിനുണ്ടാവുക? പൂരത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന എക്സിബിഷന്റെ ഉദ്ഘാടനം, പൂരത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന പന്തൽ കാൽനാട്ട് കർമ്മം, പൂരത്തിന്റെ ഭാഗമായിട്ടുണ്ടായ കൊടിയേറ്റം, പൂരത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ചമയ പ്രദർശനം, പൂരത്തിന്റെ ഭാഗമായിട്ടുള്ള സാമ്പിൾ വെടിക്കെട്ട്, ഇതിലേതെങ്കിലും പരിപാടിയിൽ ഈ ആരോപണം ഉന്നയിച്ച സ്ഥാനാർത്ഥിയോ ബന്ധപ്പെട്ടവരോ പങ്കെടുത്തിട്ടുണ്ടോ? വീഡിയോകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. 30 മണിക്കൂർ നീണ്ടതാണ് പൂരം. തലേ ദിവസം രാത്രി 2:30 മണിക്കാണ് ആനകളുടെ ഫിറ്റ്നസ് പരിപാടികൾ പൂർത്തീകരിച്ച് 18-ാം തീയതി ഞാൻ മടങ്ങുന്നത്. 5 മണിക്ക് ഞാൻ എന്റെ പൂരത്തിന്റെ യാത്ര ആരംഭിച്ചത് കണിമംഗലം ശാസ്താവിന്റെ കേന്ദ്രത്തിൽ നിന്ന് കാൽനടയായി തൃശ്ശൂർ പൂരത്തിലേക്ക് വന്നതാണ്.
ഈ ചാനലുകളെല്ലാം അത് തത്സമയം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അതുമുതൽ ആരംഭിച്ചാൽ പൂരത്തിന്റെ എല്ലാ സങ്കീർണതയും നടക്കുമ്പോൾ ഈ പ്രശ്നങ്ങളിലൊക്കെ ഞങ്ങൾ ഇടപെട്ടിരുന്നു. 12 മണിയോടെ 11:30 പാറമേക്കാവിലിന്റെ പൂരം നടത്തിപ്പ് അലങ്കോലപ്പെട്ടതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് സുരേഷ് ഗോപി. പൂരത്തിന്റെ പരമ്പരാഗത രീതിക്ക് ഭംഗം വന്നുവെന്നും അതിന് പിന്നിൽ ഏത് പാർട്ടിയുടെ ഇടപെടലുണ്ടായാലും അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്നും സുരേഷ് ഗോപി പറഞ്ഞു. തിരുവമ്പാടി ദിവസത്തിൽ നിന്നാണ് തന്നെ വിളിച്ചത്. കൂടുതൽ തല്ലുകൊള്ളാതിരിക്കാൻ നിർത്തിപ്പോവുക എന്നാണ് പോലീസ് പറഞ്ഞത്. കമ്മീഷണർ തനിക്ക് ലഭിച്ച നിർദ്ദേശമാണ് പാലിച്ചതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ചു. മാങ്ങാട്ടുകരയിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകളാണ് മുറിച്ചെടുത്ത് കാനയിലെറിഞ്ഞും കുത്തിക്കീറിയും നശിപ്പിച്ചത്. തിങ്കളാഴ്ച രാവിലെയാണ് കണ്ടശാങ്കടവ് മുറ്റുച്ചൂർ റോഡിൽ മാങ്ങാട്ടുകര AUP സ്കൂളിന് സമീപം VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡുകളും തോരണങ്ങളും നശിപ്പിച്ചതായി കാണുന്നത്. ചക്കാമഠത്തിൽ വേണുഗോപാലൻ, തെറ്റില, ചാക്കോ തുടങ്ങിയവരുടെ ഭൂമിയിൽ സ്ഥാപിച്ച 10ഓളം ഫ്ലക്സ് ബോർഡുകളാണ് നശിപ്പിച്ചത്. ബോർഡുകൾ നശിപ്പിച്ച് കാനയിലിട്ട നിലയിലാണ്. പലതും കുത്തിക്കീറി. ചുമരിൽ ഒട്ടിച്ചിരുന്ന പോസ്റ്ററുകളും കീറി നശിപ്പിച്ച നിലയിലാണ്. അന്തിക്കാട് പഞ്ചായത്ത് 1-ാം വാർഡിലെ 22-ാം നമ്പർ ബൂത്തിലാണ് സംഭവം. വിവരമറിഞ്ഞ് പാർട്ടി പ്രവർത്തകരും പോലീസും സ്ഥലത്തെത്തി. LDF അന്തിക്കാട് വെസ്റ്റ് മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് TI ചാക്കോയുടെ നേതൃത്വത്തിൽ പോലീസിനും ഇലക്ഷൻ കമ്മീഷനും പരാതി നൽകി. ഇവിടെ അന്തിക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ളൊരു ശത്രു വൈര്യത്തോടുകൂടി കാണുന്ന ഒരു പരിപാടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവിടെ സൗഹാർദ്ദപരമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കാറ്. പക്ഷെ ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ ബോർഡുകൾ നശിപ്പിച്ച് ഇതിനെ ഇലക്ഷനെ പ്രശ്ന കലുഷിതമാക്കാനായിട്ടുള്ള ശ്രമമാണ് ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നത്. LDF അന്തിക്കാട് വെസ്റ്റ് മേഖലാ സെക്രട്ടറി പ്രദീപ് കൊച്ചത്ത്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് AV ശ്രീവത്സൻ, വാർഡ് മെമ്പർ മിനി ചന്ദ്രൻ, സെക്രട്ടറി സാജൻ കൂട്ടാല തുടങ്ങിയവർ സ്ഥലത്തെത്തി. പരാജയഭീതി പൂണ്ടവരാണ് ഇരുട്ടിനെ മറയാക്കി ആക്രമണം നടത്തിയതെന്ന് നേതാക്കൾ ആരോപിച്ചു. ഇതൊക്കെ ഞങ്ങൾ ചിരിച്ചുകൊണ്ട് നേരിടുക. കാരണം അന്തിക്കാട് അങ്ങനെ ഒരു മറ്റേ സംഘർഷങ്ങളുള്ള പ്രദേശമല്ല. തോൽവി കണ്ട് പരാജയഭീതി പൂണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇരുട്ടിന്റെ മറവിൽ ഇങ്ങനെ ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അത് മറുപടി കൊടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തെരഞ്ഞെടുപ്പിലൂടെ തങ്ങൾ മറുപടി നൽകുമെന്നും അന്തിക്കാട് മേഖലയിൽ നിന്ന് റെക്കോർഡ് ഭൂരിപക്ഷം സുനിൽകുമാറിന് നേടിക്കൊടുക്കുമെന്നും ഇവർ പറഞ്ഞു. സംഭവത്തിൽ പ്രതിഷേധിച്ച് പ്രതിഷേധ പ്രകടനം നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു. TCV ന്യൂസ്, തൃശൂർ. ഇരിങ്ങാലക്കുടയിൽ ഇന്നസെന്റിന്റെ ചിത്രം വെച്ച് സ്ഥാനാർത്ഥി പോര്. സുരേഷ് ഗോപിക്കൊപ്പവും സുനിൽകുമാറിനൊപ്പവും മുൻ MP-യും സിനിമാ താരവുമായ ഇന്നസെന്റ് നിൽക്കുന്ന ചിത്രങ്ങളാണ് ബോർഡുകളിലുള്ളത്. AKP റോഡിൽ ഒഴിഞ്ഞ പറമ്പിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി സുനിൽകുമാറിന്റെ ബോർഡാണ് ആദ്യം ഉയർന്നത്. ചാലക്കുടിയിലെ മുൻ ഇടതുപക്ഷ MP-യും ഇടതുപക്ഷ സഹയാത്രികനുമായിരുന്നു ഇന്നസെന്റ്. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും ഇന്നസെന്റും ഒരുമിച്ചുള്ള ചിത്രം സഹിതം ഇവിടെ ബോർഡ് ഉയരുന്നത്. കൂടൽമാണിക്യം ഉത്സവം നടക്കുന്നതിനാൽ ഉത്സവ ആശംസകളോടെ വോട്ട് അഭ്യർത്ഥിച്ചാണ് ബോർഡ് ഉയർത്തിയിരുന്നത്. തങ്ങളുടെ അനുവാദത്തോടെയല്ല സുരേഷ് ഗോപിയുടെ ബോർഡ് ഉയർത്തിയതെന്നും പാർട്ടിയുമായി ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഇന്നസെന്റിന്റെ കുടുംബം വ്യക്തമാക്കി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാവും മുൻ MP-യും ചലച്ചിത്ര നടനുമായ ഇന്നസെന്റിന്റെ ചിത്രം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പ്രചരണ ബോർഡുകളിൽ സ്ഥാപിച്ചതിനെതിരെ LDF ഇരിങ്ങാലക്കുട മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി P മണി ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. മുന്നണിയുടെയോ ഇന്നസെന്റിന്റെ കുടുംബത്തിന്റെയോ അനുമതിയില്ലാതെയാണ് ചിത്രം ആലേഖനം ചെയ്തത്. ഇന്നസെന്റിന്റെ കുടുംബം ഇതിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയ സുരേഷ് ഗോപിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ദുരുപയോഗം ചെയ്ത് സ്ഥാപിച്ച ബോർഡുകൾ മാറ്റണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു. സുരേഷ് ഗോപിയും ഇന്നസെന്റും തമ്മിൽ രാഷ്ട്രീയത്തിനപ്പുറം സൗഹൃദമുണ്ടെന്ന് മനസ്സിലാക്കാതെ LDFന്റെ വൃത്തികെട്ട രാഷ്ട്രീയ കളിയാണ് ഫ്ലക്സ് വിവാദമെന്ന് BJP പ്രസ്താവനയിൽ ആരോപിച്ചു. സുരേഷ് ഗോപിയുടെയും ഇന്നസെന്റിന്റെയും ആരാധകർ ഇരിങ്ങാലക്കുടയിൽ സ്ഥാപിച്ച പ്രചരണ ബോർഡുകൾ LDFന്റെ രാഷ്ട്രീയ കളി മൂലം വിവാദമായത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ NDA നേതാക്കൾ നേരിട്ടിറങ്ങി ഇവ നീക്കം ചെയ്തതായും BJP നേതൃത്വം അറിയിച്ചു. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. വെള്ളിയാഴ്ചയാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ്. ദേശീയ നേതാക്കളെ രംഗത്തിറക്കി പ്രചരണ രംഗം കുഴിപ്പിക്കുകയാണ് മുന്നണികൾ. വോട്ടുറപ്പിക്കുന്നതിനുള്ള അവസാനവട്ട തന്ത്രങ്ങളുമായി ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികളും നേതാക്കളും. 1 മാസത്തിലേറെ നീണ്ട പ്രചാരണത്തിന് ബുധനാഴ്ച വൈകിട്ട് കലാശക്കൊട്ടോടെ സമാപനമാകും. കഴിഞ്ഞ തവണത്തെ 19-ൽ നിന്ന് 20-20യാണ് UDFന്റെ ലക്ഷ്യം. എന്നാൽ ഒരു സീറ്റിൽ നിന്ന് 10 സീറ്റെങ്കിലും ഇടതുമുന്നണി ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. കേരളം ബാലികേറ മലയല്ലെന്ന് തെളിയിക്കാൻ 18 പയറ്റുകയാണ് BJP.
പ്രവചനാതീതമായ അടിയൊഴുക്കുകളിൽ ആശങ്കയുണ്ടെങ്കിലും പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലും അവകാശവാദങ്ങൾക്കൊട്ടും കുറവില്ല. കല്ലേറ്റിങ്കര റെയിൽവേ സ്റ്റേഷന് സമീപം റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനങ്ങൾ കത്തി നശിച്ചു. 13 ഇരുചക്ര വാഹനങ്ങളാണ് അഗ്നിക്കിരയായത്. ഇരിങ്ങാലക്കുടയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ആളൂർ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. അതേസമയം പരിസരത്തുള്ള KSEBയുടെ ചാർജിംഗ് പോയിന്റുള്ള വൈദ്യുതി പോസ്റ്റിൽ നിന്ന് 2 ദിവസമായി സ്പാർക്ക് ഉണ്ടായിരുന്നതായും ഇതാകാം തീപിടുത്തത്തിന് കാരണമെന്നുമാണ് പോലീസിന്റെ നിഗമനം. ദേശീയപാത തലൂർ ബൈപ്പാസിനോട് ചേർന്നുള്ള പാടത്ത് വൻ തീപിടുത്തം. കാഴ്ച മറയ്ക്കുന്ന വിധത്തിൽ പുക ഉയർന്നത് ഗതാഗത തടസ്സത്തിനിടയാക്കി. പുക കിലോമീറ്ററുകളോളം വ്യാപിച്ചു. സമീപത്തെ വീടുകളിലുള്ളവർക്കും യാത്രക്കാർക്കും ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞു. രാവിലെ മുതൽ ചെറിയ തോതിൽ പടർന്ന തീ ശമിപ്പിക്കാൻ അധികൃതർ ആരും ഇടപെട്ടില്ലെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി. ഒല്ലൂർ എടക്കുന്നി പുത്തൻപാടത്ത് പുല്ലിന് തീപിടിച്ചു. പാടത്തെ 1/2 കിലോമീറ്റർ ചുറ്റളവിലാണ് തീ കത്തിപ്പടർന്നത്. പുതുക്കാട് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. മാപ്രാണത്ത് ബാങ്കിൽ ജീവനക്കാരെ അബോധാവസ്ഥയിൽ കണ്ടെത്തി. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ മാപ്രാണം ബ്രാഞ്ചിൽ തിങ്കളാഴ്ച രാത്രി 7 മണിയോടെയായിരുന്നു അപകടം. ബാങ്കിലെ ലോക്കർ റൂമിൽ ജീവനക്കാരായ 3 സ്ത്രീകൾ ബോധരഹിതരായി കിടക്കുന്നത് കണ്ടെത്തിയ സഹജീവനക്കാരനും ബോധരഹിതനാവുകയായിരുന്നു. ചേർപ്പ് സ്വദേശി ഇമ ജേക്കബ്, ഇരിങ്ങാലക്കുട സ്വദേശി PL ലോൻറ്റി, പത്തനംതിട്ട സ്വദേശി സ്റ്റെഫി, അസിസ്റ്റന്റ് മാനേജർ പുത്തഞ്ചിറ സ്വദേശി ഡിൻഡോ എന്നിവരാണ് ബോധരഹിതരായത്. ബാങ്കിലെ ഗോൾഡ് അപ്രൈസർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സമീപവാസികളുടെ നേതൃത്വത്തിൽ ഇവരെ സമീപത്തെ ലാൽ ആശുപത്രിയിലും പിന്നീട് ഗുരുതരാവസ്ഥയിലുള്ള 3 പേരെ തൃശൂർ എലൈറ്റ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇരിങ്ങാലക്കുട പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. ബാങ്കിനകത്ത് കാർബൺ മോണോക്സൈഡ് വാതകത്തിന്റെ സാന്നിധ്യം സംശയിക്കുന്നതായും പോലീസ് പറഞ്ഞു. പ്രദേശത്ത് മണിക്കൂറുകളോളം വൈദ്യുതി തടസ്സപ്പെട്ടിരുന്നു. ജനറേറ്ററാണ് ബാങ്കിൽ പ്രവർത്തിപ്പിച്ചിരുന്നത്. ബാങ്കിനകത്ത് തന്നെയുള്ള ജനറേറ്ററിന്റെ റൂമിന്റെ ജനലുകൾ അടച്ചിട്ട നിലയിലായിരുന്നു. സംഭവത്തിൽ കാർബൺ മോണോക്സൈഡ് സാന്നിധ്യം പരിശോധിക്കാൻ നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഫലം വന്നാൽ മാത്രമേ അപകട കാരണം വ്യക്തമാക്കൂ. ഇടതുപക്ഷത്തെ മുഖ്യ ശത്രുവായി കാണുന്ന കോൺഗ്രസിന് ഹൈന്ദവ ഫാസിസത്തെ ചെറുക്കാൻ കഴിയില്ലെന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. ചാലക്കുടി മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കൊടുങ്ങല്ലൂരിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സായാജ്ഞം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിന്റെ MP മാരെ തങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റായാണ് BJP കാണുന്നത്. എന്നാൽ ഇടതുപക്ഷ MP മാർ BJPക്കെതിരെ പൊരുതുന്നവരാണ്. ജനാധിപത്യത്തിലെ ബഹുസ്വരത ലോകരാജ്യങ്ങളിൽ വിപുലപ്പെടുമ്പോൾ ഇന്ത്യയിൽ ശുഷ്കമാവുകയാണെന്നും മന്ത്രി പറഞ്ഞു. CPM ഏരിയ സെക്രട്ടറി KR ജൈത്രൻ അധ്യക്ഷനായി. ജോൺ ബ്രിട്ടാസ് MP, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, സംവിധായകൻ കമൽ, അശോകൻ ചെരുവിൽ, ഖദീജ മുംദാസ്, കരിവള്ളൂർ മുരളി എന്നിവർ സംസാരിച്ചു. മോദി സർക്കാർ ഇനിയും അധികാരത്തിൽ വന്നാൽ ഇന്ത്യയെ സർവനാശത്തിലേക്ക് നയിക്കുമെന്ന CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. LDF പുതുക്കാട് പഞ്ചായത്ത് റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. RSS ഭീഷണിയെ സംബന്ധിച്ച് ബോധ്യമുള്ളതുകൊണ്ടാണ് സംസ്ഥാനത്തിന്റെ മതേതരത്വ ജനാധിപത്യ മനസ്സ് ഇവർക്ക് ഒരു അവസരം കൊടുക്കാത്തതെന്നും MA ബേബി പറഞ്ഞു. സുനന്ദ ശശി അധ്യക്ഷയായി. KK രാമചന്ദ്രൻ MLA, LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജില്ലാ സെക്രട്ടറി KP രാജേന്ദ്രൻ, പുതുക്കാട് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് PK ശിവരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇതുവരെ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ സംതൃപ്തി നൽകുന്നതാണെന്ന് NDA സ്ഥാനാർത്ഥി TN സരസു. കടവല്ലൂർ പഞ്ചായത്തിൽ 3ാം ഘട്ട പ്രചാരണത്തിനെത്തിയതായിരുന്നു അവർ. വിജയിച്ചാൽ മണ്ഡലത്തിൽ ചെയ്യേണ്ട വികസന പദ്ധതികളെല്ലാം മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടെന്നും അവയെല്ലാം ജനങ്ങളുമായി പങ്കുവയ്ക്കുന്നുണ്ടെന്നും TN സരസു പറഞ്ഞു. മണ്ഡലം പ്രഭാരി ഗിരീഷ്, സുഭാഷ് പാക്കത്ത്, സുഭാഷ് ആദൂർ, PJ ജെബിൻ, മഹേഷ് തിപ്പിലശ്ശേരി എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. നിയമത്തിന് മുൻപിൽ എല്ലാവരും സമന്മാരാകണമെന്ന അടിസ്ഥാന ഭരണഘടനാ തത്വം മോദി സർക്കാർ ലംഘിച്ചതിന്റെ ഫലമാണ് പൗരത്വ നിയമമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. LDF ആലത്തൂർ പാർലമെന്റ് സ്ഥാനാർത്ഥി K. രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം LDF കുന്നുംകുളം ഈസ്റ്റ് വെസ്റ്റ് മേഖലാ കമ്മിറ്റികൾ സംഘടിപ്പിച്ച റാലിയും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF മണ്ഡലം ചെയർമാൻ KT ഷാജൻ അധ്യക്ഷനായിരുന്നു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA, നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, CPM ഏരിയ സെക്രട്ടറിമാരായ MN സത്യൻ, KD ബാഹുലയൻ തുടങ്ങിയവർ പങ്കെടുത്തു. യുവതയുടെ മോഹങ്ങൾക്ക് മങ്ങലേൽപ്പിച്ച ഭരണമായി മാറി മോദിയുടെ ഗ്യാരണ്ടിയെന്ന് മന്ത്രി P. രാജീവ്. LDYF കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ യൂത്ത്
വിത്ത് മാഷ് എന്ന ക്യാമ്പയിൻ ചന്ദ്രാപിനിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഓരോ വർഷവും 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ നരേന്ദ്രമോദി സർക്കാർ 10 വർഷം ഭരണം പൂർത്തീകരിച്ച ഈ കാലയളവിൽ യുവജനങ്ങൾക്ക് തൊഴിലവസരം നൽകുന്നതിന് പകരം ഉള്ള അവസരങ്ങൾ നിഷേധിക്കുകയാണ് ചെയ്തതെന്നും മന്ത്രി പറഞ്ഞു. AIYF മണ്ഡലം സെക്രട്ടറി ഷിഹാബ് കാവുങ്ങൽ അധ്യക്ഷനായിരുന്നു. PH നിയാസ്, CK ശ്രീരാജ് ചെട്ടിയാർ, നിഖിൽ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂട്ടറിന് പുറകിൽ 2 വയസ്സായ കുട്ടിയെ നിർത്തി അശ്രദ്ധമായി സ്കൂട്ടർ ഓടിച്ച പിതാവിനെതിരെ പോലീസ് കേസെടുത്തു. അമല പർപ്പൂർ റൂട്ടിൽ ചിറ്റിലപ്പള്ളി IES എഞ്ചിനീയറിംഗ് കോളേജിന് സമീപത്താണ് സംഭവം. മുള്ളൂർ സ്വദേശി ഹരിക്കെതിരെയാണ് പേരാമംഗലം പോലീസ് കേസെടുത്തത്. അമലയിൽ നിന്ന് ചിറ്റിലപ്പള്ളി ഭാഗത്തേക്ക് പോകുന്നതിനിടയിലാണ് കുട്ടിയെ സീറ്റിന് മുകളിൽ നിർത്തി സ്കൂട്ടർ ഓടിച്ചത്. പോലീസിന് വീഡിയോ ദൃശ്യമടക്കം പരാതി ലഭിച്ചതിനെ തുടർന്നാണ് കേസെടുത്തത്. 4 പതിറ്റാണ്ടിലേറെയായി റേഡിയോയിലൂടെ മാത്രം വാർത്തകൾ അറിയുകയും സിനിമാ ഗാനങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുകയാണ് ഇരിങ്ങാലക്കുടക്കാരനായ സുരേഷ്. അത്യാധുനിക സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞ റേഡിയോയുടെ കൃത്യനിഷ്ഠയുള്ള ശ്രോതാവാണ് ഈ 54-കാരൻ. നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സുരേഷ് റേഡിയോ കേട്ടു തുടങ്ങിയത്. റേഡിയോയുടെ ആ പ്രതാപകാലത്ത് ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന പാട്ടുകളും വിനോദ പരിപാടികളുമാണ് സുരേഷിനെ ആദ്യം ആകർഷിച്ചത്. 10ാം ക്ലാസ് കഴിഞ്ഞതോടെ കൂടുതൽ സമയവും റേഡിയോ പരിപാടികൾക്കായി മാറ്റിവെച്ചു. വാർത്തകളും ചലച്ചിത്ര ഗാനങ്ങളുമായിരുന്നു ഇഷ്ട പരിപാടികൾ. ചലച്ചിത്ര ഗാനങ്ങളും ന്യൂസും പിന്നെ അയ്യപ്പൻ പാട്ട്, പുള്ളവൻ പാട്ട്, ഉമ്മാട്ടി, അതുപോലെ തന്നെ കൈക്കൊട്ടിക്കളി കേൾക്കാറുണ്ട്. പിന്നെ തൊഴിലവസര വാർത്തകൾ കേൾക്കാറുണ്ട്. പാടിയ വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. കൂടുതൽ പാട്ട് കേൾക്കാറുണ്ട്. പാട്ടിന്റെ പരിപാടി കേൾക്കാറുണ്ട്. മലയാളത്തിൽ പുറത്തിറങ്ങിയ എല്ലാ ഗാനങ്ങളും ആകാശവാണിയിലൂടെ സുരേഷിന്റെ മനസ്സിൽ പതിഞ്ഞു. ഗാനരചയിതാവിന്റെയോ സംഗീതം നൽകിയ ആളുടെയോ പേരുകളൊക്കെ സുരേഷിന് മനഃപ്പാടമായി. ടാക്സ് കൺസൾട്ടന്റായി ജോലി നോക്കിയ കാലത്തും റേഡിയോ പ്രേമം തുടർന്നു. ജോലിക്ക് പോകുന്നതിന് മുൻപും തിരികെ എത്തിയതിനു ശേഷവും റേഡിയോ കേൾക്കുക എന്ന പതിവ് തെറ്റിക്കാറില്ല. ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന റേഡിയോകളാണ് അക്കാലത്ത് സുരേഷ് ഉപയോഗിച്ചിരുന്നത്. സ്റ്റീരിയോ സെറ്റും ടിവിയും വീട്ടിൽ വാങ്ങിയപ്പോഴും സുരേഷ് തൻ്റെ റേഡിയോയ്ക്കൊപ്പം ഒതുങ്ങിക്കൂടി. ഇതുവരെ 20ഓളം റേഡിയോ സുരേഷ് ഉപയോഗിച്ചിട്ടുണ്ട്. കോവിഡിന് ശേഷം വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന സുരേഷിന് വാർത്തയും ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാതെ വയ്യ. തുടക്കത്തിൽ ആകാശവാണിയിലേക്ക് പലവട്ടം കത്തുകൾ അയച്ചിട്ടും ഒന്നും വായിച്ചു കേൾക്കാത്തതിലുള്ള പരിഭവവും മാറിയിട്ടില്ല സുരേഷിന്. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ സ്വരാജ് റൗണ്ടിൽ സ്വകാര്യ ബസ്സിടിച്ച് കാർ മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ജില്ലാ ആശുപത്രിക്ക് സമീപത്താണ് അപകടമുണ്ടായത്. മുൻപിൽ പോയിരുന്ന ബൈക്കും കാറും ബ്രേക്ക് ചെയ്തതിനെ തുടർന്ന് അപകടത്തിൽപ്പെട്ട മാരുതി കാർ ബ്രേക്ക് ഇടുകയും തൊട്ടുപുറകിലുണ്ടായിരുന്ന തൃശൂർ തൃപ്രയാർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ് ഇടിച്ച് കാർ മറിയുകയുമായിരുന്നു. അപകടത്തിൽ ബസിന്റെ മുൻഭാഗവും കാറും തകർന്നു. ടൗൺ ഈസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ചാവക്കാട് പ്രവാസി സിൻഡിക്കേറ്റ് ബാങ്കിനെതിരെ നിക്ഷേപകർ രംഗത്ത്. മാസങ്ങളായി നിക്ഷേപകർക്ക് പണം തിരികെ നൽകാതിരുന്നതിനെ തുടർന്നാണ് നിക്ഷേപകർ സംഘടിച്ചത്. 2019 ശേഷം കമ്പനിക്ക് ലൈസൻസ് പോലുമില്ലെന്നും ഇവർ പറയുന്നു. 712 നിക്ഷേപകരാണ് പരാതിയുമായി മുന്നോട്ട് വന്നത്. നിക്ഷേപ തട്ടിപ്പ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നും നീതി ലഭ്യമാക്കണമെന്നും നിക്ഷേപകൻ ഷിംജോ ജെയിംസ് ആവശ്യപ്പെട്ടു. നമ്മൾ സമ്പാദിച്ച പൈസ മുഴുവൻ എൻ്റെ ഇവിടെയാണ് കിടക്കുന്നത്. എൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ 42 ലക്ഷം രൂപ ഉണ്ട് ഇവിടെ. നമ്മൾ നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ സംഭരിച്ച പൈസയാണ്. ഇവിടെ വന്നപ്പോൾ ഇത് ലൈസൻസ് വരെ റിന്യൂ ചെയ്തിട്ട് വർഷങ്ങളായി. അതിനുശേഷം ഇത് ലൈസൻസ് ഇല്ലാത്ത കമ്പനി അതിനുശേഷം നമ്മളിത് 2021 വരെ ഡെപ്പോസിറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അറിയുന്നില്ലത്. നമ്മൾ അവിടെ റിന്യൂ ചെയ്തിട്ടുണ്ട് സാധനം. ഇത് പിന്നെ ആളുകൾ ഇങ്ങനെ വന്നിട്ട് പ്രശ്നങ്ങളുണ്ടായി. പ്രവാസി നിക്ഷേപകരെ വഞ്ചിച്ച ചാവക്കാട് പ്രവാസി സിൻഡിക്കേറ്റ് ബാങ്ക് ആസ്ഥാനത്തേക്ക് BJP പ്രവർത്തകർ
മാർച്ച് നടത്തി പണം നഷ്ടപ്പെട്ട പ്രവാസി നിക്ഷേപകർക്ക് പണം തിരികെ നൽകണമെന്നും ഡയറക്ടർമാർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്നും BJP ജില്ലാ ഉപാധ്യക്ഷൻ ദയാനന്ദൻ മാമ്പുള്ളി ആവശ്യപ്പെട്ടു. BJP ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് KR ബൈജു അധ്യക്ഷനായിരുന്നു. മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രദീപ് ഐനപ്പുള്ളി, ബോഷി ചാണാശ്ശേരി, KG രാധാകൃഷ്ണൻ, അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. കടവല്ലൂർ പഞ്ചായത്ത് മൈതാനത്ത് കൂട്ടിയിട്ടിരിക്കുന്ന കേരയിൽ കുറ്റികൾ മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. സിൽവർ ലൈൻ പദ്ധതി സർവേയുടെ ഭാഗമായുള്ള കല്ലിടലിന് ശേഷം 3 വർഷം മുൻപാണ് കുറ്റികൾ മൈതാനത്ത് കൊണ്ടിട്ടത്. കളികളും മറ്റും നടക്കുമ്പോൾ തണൽ നിറഞ്ഞ ഈ ഭാഗത്താണ് ആളുകൾ കാഴ്ചക്കാരായി നിൽക്കുന്നതും താരങ്ങൾ വിശ്രമിക്കുന്നതും. കുറ്റികൾ നിറഞ്ഞതോടെ ഈ ഭാഗം ഉപയോഗശൂന്യമായി. മഴക്കാലമായാൽ ഇവിടെ പാഴ്ചെടികളും മാലിന്യങ്ങളും നിറയുകയും ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമാവുകയും ചെയ്യും. കേരളോത്സവത്തിന്റെ ഭാഗമായി കുറ്റികൾ മാറ്റുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും നടന്നില്ല. കുറ്റികൾ മാറ്റണമെന്നാവശ്യപ്പെട്ട പഞ്ചായത്ത് അധികൃതർ കലക്ടർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയുണ്ടായില്ല. ചെമ്പുകമ്പികൾ മോഷ്ടിച്ച് വിൽപ്പന നടത്താൻ ശ്രമിച്ച സംഭവത്തിൽ 2 പ്രതികളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് സ്വദേശികളായ ഖാലിദ് മുഹമ്മദ് അലി, മുരുക്കായി എന്നിവരെയാണ് കുന്നംകുളം SHO UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം യേശുദാസ് റോഡിൽ പ്രവർത്തിക്കുന്ന ഷൈൻ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന സ്ഥാപനത്തിന്റെ കോമ്പൗണ്ടിൽ സൂക്ഷിച്ചിരുന്ന ചെമ്പുകമ്പികളാണ് പ്രതികൾ മോഷ്ടിച്ച് വിൽപ്പന നടത്താൻ ശ്രമിച്ചത്. സമീപത്തെ ആക്രി വിൽപ്പനശാലകളിൽ വ്യാപാര സ്ഥാപന ഉടമ വിവരമറിയിച്ചിരുന്നു. തുടർന്ന് ശനിയാഴ്ച വൈകിട്ടോടെ ചെമ്പുകമ്പികൾ വിൽപ്പന നടത്താനെത്തിയ ഇതര സംസ്ഥാനക്കാരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നി സ്ഥാപന ഉടമയെ വിവരമറിയിക്കുകയായിരുന്നു. ഉടമ ആക്രിക്കടയിലെത്തിയ നടത്തിയ പരിശോധനയിലാണ് ഇവരുടെ സ്ഥാപനത്തിൽ നിന്നും മോഷണം പോയ ചെമ്പുകമ്പികളാണെന്ന് തിരിച്ചറിഞ്ഞത്. തുടർന്ന് പോലീസെത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ശാസ്ത്രബോധവും മതനിരപേക്ഷ ജനാധിപത്യ സംസ്കാരവും പരസ്പര പൂരകമാണെന്നും ഇവ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ശാസ്ത്ര സമൂഹം മുന്നോട്ട് വരണമെന്നും ശാസ്ത്രജ്ഞ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ ശാസ്ത്ര അവബോധ സമിതി തൃശൂരിൽ സംഘടിപ്പിച്ച ശാസ്ത്രജ്ഞ സംഗമത്തിലാണ് ആവശ്യം ഉയർന്നത്. ശാസ്ത്രബോധമുള്ള സമൂഹത്തിൽ മാത്രമേ യഥാർത്ഥ ജനാധിപത്യ സംസ്കാരം നിലനിൽക്കൂവെന്നും പുത്തൻ ഇന്ത്യ പണിയുവാൻ ശാസ്ത്രബോധം വളർത്തിയെടുക്കേണ്ടതുണ്ടെന്നും ശാസ്ത്രജ്ഞ കൂട്ടായ്മ ചൂണ്ടിക്കാട്ടി. പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ C വിമല അധ്യക്ഷയായിരുന്നു. ഡോക്ടർ C ജോർജ് തോമസ്, പ്രൊഫസർ VR രഘുനന്ദനൻ, ഡോക്ടർ KK അബ്ദുള്ള, പ്രൊഫസർ PS ജോയ്, ഡോക്ടർ GG A മാത്യു, പ്രൊഫസർ KR ജനാർദ്ദനൻ, ഡോക്ടർ K വിദ്യാസാഗർ, ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കൊടിപ്പുറത്ത് വിളക്ക് ആഘോഷിച്ചു. ക്ഷേത്രോത്സവത്തിൽ ഭഗവാൻ ആദ്യമായി പുറത്തേക്ക് എഴുന്നള്ളുന്ന ചടങ്ങാണ് കൊടിപ്പുറത്ത് വിളക്ക്. ശ്രീകോവിലിൽ നിന്ന് സംഗമേശനെ തിടമ്പിലേക്ക് ആവാഹിച്ച ശേഷം ക്ഷേത്രം മേൽശാന്തി തിടമ്പ് കയ്യിലേന്തി ആദ്യ പ്രദക്ഷിണം പൂർത്തീകരിച്ച് ശ്രീകോവിലിന് പുറത്തേക്ക് വന്നു. തുടർന്ന് 2 ആനകളുടെ അകമ്പടിയോടെ ഗജവീരനായ പല്ലാട്ട് ബ്രഹ്മദത്തന്റെ പുറത്തേറി പ്രദക്ഷിണം ചെയ്തു. പ്രദക്ഷിണങ്ങൾ പൂർത്തീകരിച്ചതോടെ ആദ്യ പഞ്ചാരി മേളത്തിന് തുടക്കമായി. ആദ്യ മേളത്തിന് കലാമണ്ഡലം ശിവദാസ് മേളപ്രമാണിത്വം വഹിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ ശീവേലിയും വൈകിട്ട് വിളക്കെഴുന്നള്ളിപ്പും നടക്കും. കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം നടന്നു. തെക്കേനടയിലെ സ്പെഷ്യൽ പന്തലിൽ നടന്ന ചടങ്ങ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി അധ്യക്ഷനായിരുന്നു. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർക്ക് മാണിക്യശ്രീ പുരസ്കാരം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ VK വിജയൻ കൈമാറി. മുരളി ഹരിതം, അഡ്വക്കേറ്റ് KG അജയ്കുമാർ, K ഉഷ നന്ദിനി തുടങ്ങിയവർ സംസാരിച്ചു. നമ്മളെല്ലാവരും തന്നെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഗൃഹാതുര സ്മരണകളിൽ പ്രധാനപ്പെട്ടതാണ് ആ കലാപരിപാടികൾ. എല്ലാ മനുഷ്യർക്ക് വണ്ണിച്ച് പരിശുദ്ധ സ്വർണത്തിന്റെ പൂർണ്ണതയുമായി സ്റ്റാർസ് ഗോൾഡിന്റെ പുതിയ ഷോറൂം തൃശൂർ തിരൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തിരൂർ J&L ആർക്കേഡിൽ പ്രവർത്തനം ആരംഭിച്ച സ്റ്റാർസ് ഗോൾഡിന്റെ 2ാമത്തെ ഷോറൂം ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം IM വിജയൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യ വിൽപ്പന മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം M സുരേഷ് IM വിജയന് നൽകി നിർവഹിച്ചു.
ചടങ്ങിൽ സ്റ്റാർസ് ഗോൾഡ് സാരഥികളായ VG സന്തോഷ്, അനൂപ് K നാരായണൻ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, സഹകാരികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ തുടങ്ങിയ എല്ലാ തരത്തിലുമുള്ള ഓർണമെന്റുകളുടെ വിപുലമായ ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാത്തരം പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9482781143. സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറിയുടെ സേവനങ്ങൾ ഇനി തൃശൂർ വടൂക്കരയിലും. ലബോറട്ടറിയുടെ കളക്ഷൻ സെന്റർ ചാണപ്പട്ട ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. 4000-ൽ പരം ടെസ്റ്റുകൾ, 250ഓളം ലാബുകൾ, 1500ഓളം പേഷ്യന്റ് സർവീസ് സെന്ററുകൾ, കൃത്യതയാർന്ന രോഗനിർണയം എന്നിങ്ങനെ ആരോഗ്യരംഗത്ത് 40 വർഷത്തിലേറെയായുള്ള പ്രവർത്തന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശ്വാസമാർജിച്ച തൃശൂർ ജില്ലയിലെ ആദ്യ NABL അംഗീകൃത ലബോറട്ടറിയുമാണ് സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി. മികച്ച ഉപഭോക്തൃ സേവനങ്ങളുമായി മുന്നേറുന്ന ലബോറട്ടറിയുടെ പുതിയ കളക്ഷൻ സെന്ററാണ് വടൂക്കര ചാണപ്പട്ട ജംഗ്ഷനിലെ വൈദ്യരത്നം ഔഷധശാലയ്ക്ക് എതിർവശത്തെ ആഷിക മൻസിൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചത്. സെന്ററിന്റെ ഉദ്ഘാടനം സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി CEO C സുരേന്ദ്രൻ നിർവഹിച്ചു. സുധർമ്മ മെട്രോപോളിസ് കേരള ക്ലസ്റ്റർ ഹെഡ് ബിജു R പിള്ളൈ, കേരള സോണൽ സെയിൽസ് മാനേജർ AN പീതാംബരൻ, തൃശൂർ ചീഫ് ഓഫ് ലാബ് ഡോക്ടർ M സേവിയർ, തൃശൂർ ലാബ് മാനേജർ രാകേഷ് കുമാർ, ജീവനക്കാർ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ സന്നിഹിതരായി. ക്യാൻസർ മാർക്കറുകൾ, അലർജി സ്ക്രീനിംഗ് ഉൾപ്പെടെയുള്ള എല്ലാവിധ അടിസ്ഥാന രോഗനിർണയ പരിശോധനകളും ഉൾപ്പെടുത്തിക്കൊണ്ട് 1000 മുതൽ 6000 രൂപ വരെയുള്ള വെൽനസ് പാക്കേജുകൾ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറിയുടെ മാത്രം സവിശേഷതയാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു മാസം വെറും 99 രൂപയ്ക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, തൈറോയിഡ്, കൊളസ്ട്രോൾ പരിശോധനകൾ നടത്താനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. ഉപഭോക്താക്കൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതിനനുസരിച്ച് ടെസ്റ്റ് സാമ്പിൾ കളക്ഷനുകൾ വീടുകളിലെത്തിയും നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ ഉദ്യോഗസ്ഥ താൽപര്യത്തിന് വേണ്ടി മാറ്റാൻ അനുവദിക്കില്ലെന്ന് തിരുവമ്പാടി ദേവസ്വം. സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത അശോകനെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ഉടൻ ഉണ്ടായേക്കും. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവം, കമ്മീഷണറെ മാറ്റിയതുകൊണ്ട് മാത്രം പ്രശ്നം തീരില്ലെന്ന UDF സ്ഥാനാർത്ഥി K മുരളീധരൻ. പൂരവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ മുതലെടുപ്പിന് UDFും BJPയും ശ്രമിക്കുകയാണെന്ന് റവന്യൂ മന്ത്രി K രാജൻ. പൂരം അലങ്കോലപ്പെട്ടതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. മാങ്ങാട്ടുകരയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സ്ഥാപിച്ച VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ച നിലയിൽ ഇരിങ്ങാലക്കുടയിൽ NDA സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന്റെ ഭാഗമായി ഇന്നസെന്റിന്റെ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചതിനെതിരെ പരാതി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് മണിക്കൂറുകൾ മാത്രം. ദേശീയ നേതാക്കളെ രംഗത്തിറക്കി പ്രചാരണ രംഗം കൊഴുപ്പിച്ച മുന്നണികൾ. വോട്ടെടുപ്പ് വെള്ളിയാഴ്ച. കല്ലറ്റിങ്കര റെയിൽവേ സ്റ്റേഷന് സമീപം റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനങ്ങൾ കത്തിനശിച്ചു. 13 വാഹനങ്ങളാണ് അഗ്നിക്കിരയായത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.